ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആനിമേവർ. ഹാർഡ് കോർ മൈൻക്രാഫ്റ്റ് സീരീസിലെ 3ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ ഒരു മൈനിങ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തില്ലായിരുന്നു. അപ്പം അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ലൂട്ട് കിട്ടുമോ നോക്കണം. കുറച്ച് ഡയമണ്ട് സെറ്റ് ചെയ്യാൻ നോക്കണം. കിട്ടുന്നതും കൊണ്ടുവരും. ഏത് ചത്തില്ലെങ്കിൽ കാണാം. അപ്പം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ വീഡിയോ ഇടാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ ഷോർട്ട്സ് ഇട്ടായിരുന്നു. അതിൻ്റെ മറ്റേ നോർമൽ വേൾഡിനകത്തെ ചുമ്മാ മൈനിങ്ങിനകത്ത്. ഇതിൽ നമുക്ക് ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. നമുക്ക് എങ്ങനെയും ആർമറൊക്കെ സെറ്റ് ചെയ്യണം. അങ്ങോട്ട് പോയിട്ട് ഇത് താഴെയായിട്ടാണ് നമ്മൾ ഇന്നലെ മൈനിങ് സെക്ഷൻ സെറ്റ് ചെയ്തത്. അവിടോട്ടൊന്ന് പോയി നോക്കാം. ഇനി കുറച്ചുകൂടെ കുഴിക്കാനുണ്ട്. ഞാൻ കുറച്ച് താഴോട്ടൊന്ന് പോയായിരുന്നു. പിന്നെ ഒന്നുമില്ല. പിന്നെ ഇന്നാണ് കയറുന്നത്. കുറച്ചുകൂടെ താഴോട്ട് കുഴിച്ചോ. -57-59 ആ ഒരു ഇതിൽ പോകണം ഡയമണ്ടൊക്കെ കിട്ടണമെങ്കിൽ. അപ്പം ഞാൻ കുറച്ച് താഴോട്ട് മൈൻ ചെയ്തിട്ടേ എവിടെയെങ്കിലും എത്തുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, ഞാൻ കുഴിച്ച് വന്നപ്പോൾ ഇവിടെ ഒരു കേവ് കണ്ടുപിടിച്ചു ചേട്ടാ. കേവിനകത്ത് കയറണം വേണ്ടി നോക്കാം. സ്കെലിട്ടണാന്ന് തോന്നട്ടാ. ഇനി അടച്ചു വെച്ചേക്കാം. അപ്പോൾ ഗൈസ്, ഇങ്ങോട്ട് പോകണം. നമുക്ക് സൈഡിലോട്ടെല്ലാം പോയി നോക്കാം. എടാ, വന്നിറങ്ങിയൊരു കേവിൽ കുറച്ച് അങ്ങോട്ട് കുഴിച്ച് നോക്കാം. എന്തെങ്കിലും കാണുകയാണെങ്കിൽ വല്ല കേവലും ചാടായിരുന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഗൈസ്, ഞാൻ കുഴിച്ച എവിടെയെങ്കിലും ചെന്നിട്ട് ഞങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, എനിക്ക് മാത്രമേ ഉള്ളൂ ഗൈസ് ഇങ്ങനെ. ഞാൻ ഇപ്പോൾ പറഞ്ഞങ്ങോട്ട് നാക്കെടുത്തേ ഉള്ളൂ. നേരെ വന്നിറങ്ങിയ ഒരു കേവിനകത്ത് താഴെ കണ്ട സ്പൈഡർ, സോംബി എല്ലാം നിൽപ്പുണ്ട്. ഗൈസ്, ഇവിടുന്ന് ഒരു 15 ബ്ലോക്ക് പോലും കൂടുതൽ വന്ന് കാണത്തില്ല. അതിന് മുമ്പേ അടുത്ത കേവ്. അയ്യോ, കുറച്ച് ടോർച്ച് ഉണ്ടാക്കിയേക്കാം. ഇരിക്കട്ടെ. ഇതിപ്പോൾ കോള് മറ്റേ മണ്ടയ്ക്കൊന്നും കിട്ടുക. എന്തായാലും കളയണ്ടെന്ന് ചോദിച്ചെടുത്ത്. ഇനി ഇത് താഴോട്ട് എന്തായാലും ഗൈസ്, ഇനിയിപ്പോൾ എന്തായാലും മൈനിങ് താഴോട്ട് നടക്കില്ല. അപ്പം ആ കേവിൽ തന്നെ ഒന്ന് ഇറങ്ങി നോക്കാം. കുറച്ച് അയൺ കിട്ടിക്കഴിഞ്ഞാൽ അയൺ ആർമർ സെറ്റ് ചെയ്യാം നമുക്കിന്ന്. ഇവിടെ ബ്ലോക്ക് വെച്ച് ഫുള്ളും കവർ ചെയ്യാൻ പറ്റുമോ നോട്ട്. ഒന്നുകൂടെ പൊട്ട് ഇവിടെ ഫുള്ളൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് സൈഡിലോട്ട് എല്ലാം പോയി നോക്കാം. ഏതാ ഞാൻ മൈൻക്രാഫ്റ്റ് മാത്രമല്ല വേറെ ഏതെങ്കിലും ഗെയിമൊക്കെ കളിക്കണമെന്നുണ്ട്. അപ്പം അതിലൊക്കെ കാണുന്നവരെല്ലാം കമൻറ്റ് ചെയ്തിട്ടൊക്കെ പോവാം. ഓക്കെ, വേറെ ഏതൊരു ഗെയിം കൊള്ളാം, കിട്ടുന്ന പരിപാടി ആണ്. എന്തൊരു ഇതിൻ്റെ അകത്ത് ഞാൻ എങ്ങനെ ഇറങ്ങാൻ? താഴെ ചാടിക്കഴിഞ്ഞാൽ എന്തായാലും ചാവും. ആർമറൊന്നുമില്ല. ഈ സൈഡിൽ കൂടെ താഴോട്ട് പോകാൻ പറ്റുമായിരിക്കും. അവിടെ താഴെ ഇറങ്ങാൻ പറ്റുമോ? താഴോട്ട് കുഴിച്ച് കഴിഞ്ഞാൽ പോകാം. ബട്ട് അവിടെ സോംബി കാണും. ആ ബേബി സോംബിയൊക്കെ കാണും. എനിക്കതിനെ കാണില്ല. അതിനെ തന്നെ അറിഞ്ഞളയും. സൈഡിലോട്ട് പോയി നോക്കാം. അയ്യോ, പോയി നോക്കാം. ഇതൊരു ഈസ്റ്റർ പോലെ ഉണ്ടാക്കിപ്പോ. അല്ല, ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതുവഴി ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഡീപ്പ് സ്ലൈഡ് ലെവലായി. നമുക്ക് ഡീപ്പ് സ്ലൈഡ് കുറേ ആവശ്യമുണ്ട് കേട്ടോ. അതിൻ്റെ കളർ നൈസാണ്. പോളിഷ്ഡ് ഡീപ്പ് സ്ലൈറ്റ് ആക്കി നമുക്ക് പുതിയ വീടൊക്കെ ഉണ്ടാക്കാം. വേറെ ബിൽഡൊക്കെ വരുവാണെങ്കിൽ ഞാൻ കൂടുതലും ഡീപ്പ് സ്ലൈറ്റ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ബിക്കോസ് കാണാൻ ഒരു ലുക്കുള്ളതാണ് കേട്ടോ. ഈ ഫുള്ളൊന്ന് ലൈറ്റ് ചെയ്യണം. ഈ കേവ് സോംബി പറഞ്ഞങ്ങോട്ടൊന്നും തീർന്നില്ല. അങ്ങോട്ട് കയറുക. നിന്നെ അറിയുന്നില്ലേ ഭംഗി. ഒരടി നീ തീർന്നു. ചത്തില്ലേ? എത്തി ഫുള്ള് സ്കെലിട്ടണ് സോംബി. അയ്യോ, എല്ലാം വരുന്നത്. അവിടെ കുറച്ച് അയൺ ഇരിപ്പുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോൾ കണ്ടായിരുന്നു. അത് അയൺ ഫുള്ളിങ് എടുക്കാൻ പറ്റുമായിരുന്നു. ഇതുകൊണ്ട് ആ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ലാപ്പിസ് അതുപോലെ സെറ്റാക്കാം. ഗൈസ്, സോംബി സ്കെലിട്ടൺ വരുന്നു. ഞാൻ ഇല്ല സ്കെലിട്ടൺ കളിക്കാൻ. കയറി
അങ്ങോട്ട് വഴിയില്ല. സ്കെലിട്ടൺ ഇവിടെ വരെ ഒന്ന് പോയില്ല. അങ്ങോട്ട് പോയി, അകത്തോട്ട് പോയി. അവിടെ പോയി ലൈറ്റ് ചെയ്ത് എത്തുവരണോ? പോയേക്കാം. പിന്നെ ആരും കൊല്ലരുത്, ഞാൻ ഇവിടെ ഇല്ല. ട്രിഗറായ ആയി. അയ്യോ സ്കെലിട്ടൺ വരല്ലേ. അയ്യോ കൊല്ലല്ലേ. ഞാനൊരു പാവം ചേർക്കാനാണ്. പക്ഷെ ഇവിടെ ആയണോ? അതുകൊണ്ട് അവിടെ അതിൻ്റെ ബാക്ക് ആയതുകൊണ്ട് കേട്ടാ. ഇതെന്ത് ഗോൾഡ് ആർമറാ? കയറുവാടാ, നിന്നെ ഇന്ന് അറിയില്ല നിന്നെ. അയ്യോ കൊച്ചു സോംബി, എനിക്ക് രഹസ്യമാണ്. കൊന്നില്ലേ? ഇതെന്ത് ഗോൾഡ് ആർമറാ? എന്തോ ഉള്ളത്? അൺബ്രേക്കിംഗ് 3 കുഴപ്പമില്ല, ഇട്ടേക്കാം ഗെയ്സ്. യൂ എല്ലാം പോയി. എന്നാലും ഒന്നും ചെയ്യല്ലേ ഗെയ്സ്. ഇവിടെ ഫുള്ളൊന്ന് ലൈറ്റ് വെക്കുമായിരുന്നെങ്കിൽ നമുക്ക് അവിടെ എല്ലാം അയൺ ഇരിപ്പുണ്ട്. പിന്നെ ഒരു അയൺ ആർമർ സെറ്റ് ചെയ്യാനുള്ള അയൺ ഇതിൻ്റെ അകത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രീപ്പർ ഓടി 2 അയ്യോ ഓടോട് കയറി. ഈ താഴെന്ന് പോലെ കയറി 2 ബ്ലോക്ക്. ഈ ചെറിയ സോംബി ഇവിടെ വേണം, നിന്നെ ഒന്ന് അറിയും. കൊല്ല ഓട ചത്ത. എൻ്റെ HP നോക്കി, ലൈഫ് നോക്കി, 1.5 ഹാർട്ട്. അയ്യോ ഹാർഡ് കോറൊക്കെ ഇപ്പോൾ തീർന്നേനെ. അയ്യോ എല്ലാം പോയി. ജസ്റ്റ് കേട്ടാ. അയ്യോ ബേബി സോംബി ഒന്നിപ്പോൾ അറിഞ്ഞേനെ. അയ്യോ ഇപ്പം എല്ലാം പോയേനെ. ഗസ് 2 ക്രീപ്പർ നിൽപ്പുണ്ട്, അതാണ് വിഷയം. എന്തായാലും ചെയ്യാം, ലൈഫൊന്ന് ആകട്ടെ ക്ലിയർ. ഇല്ലെങ്കിൽ അവിടെ സ്കെലിട്ടൺ ഉണ്ട്, 2 ക്രീപ്പർ, 2 എന്തിൻ്റെ ആവശ്യമായിരുന്നു? കുഴപ്പമില്ല, ഇവിടെ വന്ന് അത്ര അയൺ കണ്ടേയില്ലേ, അയൺ എടുത്തിട്ട് പോവാം. ഇത് താഴോട്ട് ഇറങ്ങി നോക്കാം, ആരിലുണ്ടോ ചേച്ചിയേ? ആരില്ല. ലാപ്പിസ് എടുക്കണോ? അവിടെ അയ്യോ സ്പൈഡർ പിന്നെയും കുഴപ്പമില്ല. മണ്ടയ്ക്ക് കൂടാ, ഞാൻ മറന്നുപോയി. അടി കൊല്ലു ചാകടാ. ഇവിടെ വാടാ ഗൈസ്, ഞാൻ മറന്നുപോയി. സ്പൈഡറിന് വാള് കയറാൻ പറ്റുമായിരുന്നു. ഇത് ഡീസ്പോണായില്ല ഇതുവരെ. എൻ്റെ കയറി ക്രീപ്പറൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഹാർഡ് കോറൊക്കെ ഇപ്പം തീരും. പോയാ ഗൈസ്, അയൺ എങ്ങനെയാണ് സെറ്റ് ചെയ്യണം? അയ്യോ ഗൈസ്, ഞാൻ എപ്പോഴും ഗെയിം ഇറങ്ങി ഇങ്ങനെ, ഞാൻ ഇറങ്ങുന്നിടത്ത് മാത്രം മുഴുവൻ ആളാണ്. എൻ്റെ അല്ലാത്ത നോർമൽ മൈ വേൾഡ് കാണാൻ. അയ്യോ എൻ്റേത് തന്നെ ഒരു 6-7 വില്ലേജ് എല്ലാം ഉണ്ട്. കിടലം വലിയ പരിപാടിയാണ്. തൊട്ട് താഴെ നെതർ പോർട്ടൽ. ഇതിലും കിട്ടില്ല സംഭവം എടുക്കാം. ഇതിലിനിയിപ്പോൾ എന്തൊരു ചെയ്യ? അയ്യോ ക്രീപ്പറിനെ എങ്ങനെയും കൊല്ലണം. ലൈഫാകും. ഇറങ്ങി നോക്കാം. സ്കെലിട്ടൺ അവൻ പോയി. ഈ പോയി ഈ ലാപ്പിസ് എടുക്കണോ? അയൺ 1 2 3 4 ഉണ്ടോ? ഈ ലാപ്പിസ് അങ്ങ് എടുത്തേക്കാം. എന്തായാലും നമുക്ക് 5 എന്തോ താഴെ വേറെ കേവാ. ഇത് വലിയ കേവാന്ന് തോന്നുന്നു കേട്ടാ. ലാപ്പിസ് എന്തായാലും നമുക്ക് ആവശ്യം വരും കേട്ടാ. എന്തായാലും എടുക്കാം. ഈ അയൺ ഫുൾ 4 എൻ്റെ ബാക്കിലോട്ടുണ്ടേ. ഇല്ല ഉണ്ട് കേട്ടോ. നൈസ്. ഇനിയുണ്ട്. തീർന്ന തീർന്നു. അത് കൊള്ളാം. ഫ്രണ്ടിലാണ് ഇട്ടുണ്ട്. അത് സ്കെലിട്ടണൊന്നും വരല്ലേ. ഞാനൊരു പാവം ചെറുക്കനാണ്. കുറച്ച് അയൺ എടുത്ത് ഞാൻ പൊക്കോളാം. ആരുമില്ല. പിക്കാക്സ് പൊട്ടാറ് 2 വേറെ ഉണ്ട് കേട്ടോ. അയൺ പിക്കാക്സ് ഇരിപ്പുണ്ട് കേട്ടോ. താഴെ വെള്ളം ഇപ്പം കിടന്നതിന് താഴോട്ട് കേസ് അയൺ അങ്ങ് എടുത്തേക്കാം. ക്രീപ്പർ ഉണ്ട്. മൂടങ്ങ് പോയല്ലോ.
ഈ ഇങ്ങോട്ടൊന്നും വരില്ലേ. എൻ്റെ പോയാ പോയി. ഇതെന്തോ ബാറ്റാ? അതുകൊണ്ട് സോംബി വരും. ഉമ്മാരെ കൊണ്ട് വലിയ വിഷയമാണ്. പട കയറി നിന്നെ ഒന്ന് കൊല്ലും ഞാൻ. ധൈര്യം കൊണ്ട് കയറുക, നല്ലൊരു ഇടിക്കും. പട ഇവിടെ ഇവിടെ വാ, കൊല്ലല് പോടാം. ഒരടി പറയും. ചത്തില്ല. നൈസ്. അത്രേ ഉള്ളൂ. അടിച്ച് കേസല്ലേ, അങ്ങനെ അടിച്ച് കൈ കൊടുക്കത്തില്ലേ? ഏതാ ഞാൻ തന്നെ പ്രോ പ്ലെയർ. ആർക്കൊറൊക്കെ എന്ത് ഈ കൊച്ചു സോംബി മുമ്പേ വന്ന് അറിഞ്ഞേനെ. കേസ് ഈ ലാപ്പിസ് താഴെ എന്തൊരു വലിയ ആണ്. ഇതെടുത്തേക്കാം എന്തായാലും. എല്ലാ അപ്ഗ്രേഡിനെല്ലാം യൂസ് ചെയ്യാം. എൻചാൻറ്റ്മെൻറ്റ് ടേബിളൊക്കെ അതൊക്കെ ഇപ്പോഴേ ചിന്തിക്കണ്ട. അത് ചാകാതെ രക്ഷപ്പെടണം. ഈ കേവിൽ നിന്ന് വെളിയിലിറങ്ങുമെന്ന് എനിക്ക് സംശയമാണ് ഗൈസ്. അയ്യോ എന്ത് ക്രീപ്പറുണ്ടാ? ക്രീപ്പർ അയ്യോ ക്രീപ്പർ ദൂരെ പാടാ ഇവിടെ. പൊട്ടി സന്തോഷം മാത്രം. അങ്ങനെ ഒരു തലവേദന ഒഴിഞ്ഞു കിട്ടി. ഇവിടെ കുറച്ചയണം ഉണ്ട് കേട്ടോ. അവിടെ അങ്ങ് അടച്ച് വെച്ചേക്കാം. എനിക്ക് മൈൻക്രാഫ്റ്റിനെ വിശ്വാസമില്ല ഗൈസ്. എത്ര തവണ ക്രീപ്പർ മറ്റേ പുറകിൽ നിന്ന് പൊട്ടിച്ചത്തിട്ടുണ്ടെന്നറിയാം. അയ്യോ വെളിയിലിറങ്ങാം. കുറച്ചങ്ങനെ കിട്ടുള്ളൂ, ഇനിയും വേണം. വേറെ എവിടെയാണ്? അതേണ്ടാണ്. അയാൾ തന്നെ. ഇനി താഴോട്ടുണ്ട്. ആരുമില്ലല്ലോ. സ്കെലിട്ടൺ ഉണ്ടോ? അവിടെ കൊണ്ട് ലൈറ്റ് വെച്ചേക്കാം. ഇനി വേറെ സ്പോണാ കണ്ടല്ലോ. അകത്താരുമില്ല. ഈ കേസ് മണ്ടയ്ക്ക് അയാളിപ്പുണ്ട്. വാ, ഇതെല്ലാം എൻ്റെ ഇവിടെ വാ. കേസ് ഇപ്പം ഇന്ന് അയൺ ആർമർ ഉണ്ടാക്കാനുള്ള കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം, ഇതുകൂടെ എടുത്തേക്കാം. വായു കേസ് അയൺ ആർമർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. ഡയമണ്ട് എന്തായാലും കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ക്രീപ്പർ പൊട്ടിച്ചാകത്തില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം കാണും. ഗീസ് എന്തായാലും ഞാൻ ഇതിനകത്ത് XP ഫാം ഒന്നും എന്തായാലും കണ്ടുപിടിക്കുന്നില്ല. അയ്യോ ക്രീപ്പർ, അയ്യോ എന്നാ ചെയ്യല്ലേ? ഓടിക്കോ. ഇത് പുറകെ വരുന്നു. പൊട്ടിയില്ല. ചാവ്. ഞാൻ എന്തൊരു പിക്കാക്സിഡ് അടിക്കുന്നു. ഇങ്ങോട്ടോ പാടാ. പൊട്ടി. ഒന്നും പറ്റിയില്ല. സേഫാണ്. തിരിച്ചു കയറാം. ആ കട്ട അങ്ങോട്ട് കൊണ്ടുവരും. സെറ്റ് കയറിയോ? ചേച്ചി ഇവിടെ കുറച്ച് ബ്ലോക്ക് വെച്ചേക്കാം. ഇല്ല അടുത്ത തവണ വരാൻ നേരം താഴോട്ട് പോകും. വെക്ക് ഒന്നുകൂടെ. സെറ്റ് എന്താ മേളോട്ട് കയറാം. ഇവിടെയും വെക്കണം. വേണ്ട, പിന്നെ വരുമ്പോൾ വെക്കാം. ഗൈസ് ഞാൻ മേളോട്ട് കയറുക. ഗൈസ് ഈ കോൾ എന്തായാലും എടുത്തേക്കാം, ആവശ്യം വരും. നമുക്ക് ഈ ഇപ്പം കിട്ടിയ അയാണ് സ്മെൽറ്റ് ചെയ്യാൻ എന്തായാലും കോൾ വേണം. അപ്പം ഇതുകൂടെ എടുത്തേക്കാം. ഇത് തികയുമോയെന്ന് അറിയത്തില്ല കോള്. നോക്കാം. അവിടെ ഒരു വൃത്തിയൊക്കെ അല്ലേ, ഒരു വൃത്തിമേനെയൊക്കെ വേണമല്ലോ. സ്റ്റോണങ്ങ് ചെയ്തിട്ട് ഗൈസ് അടി തൂഫിക്കളഞ്ഞില്ലേ? അയ്യോ ചെറിയ സോംബി എന്നെ അറിഞ്ഞേന്. അപ്പോൾ ഗൈസ് ഞാൻ മേളോട്ട് ചെന്നിട്ട് ബാക്കി എന്തൊക്കെ കിട്ടിയെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ് ഞാൻ മേളിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ 35 കിട്ടിയിട്ടുണ്ട്. ഈ കോൾ വെച്ച് സെറ്റാകുമെന്ന് അറിയത്തില്ല. ഇത്രയും കോളേ ഉള്ളൂ. ഇല്ല വേണമെങ്കിൽ നമുക്ക് കുറച്ച് പോയി എടുക്കേണ്ടി വരും. 14 ലാപ്പിസ് ഒക്കെ ഉണ്ട്. ഏത് അയ്യോ അതവിടെ സ്മെൽറ്റായിട്ട് ഗൈസ്. കുറച്ച് ഫുഡ് കഴിച്ചു ഗൈസ്. വേറെ ഏതെങ്കിലും സീരീസ് തുടങ്ങണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, സെറ്റ് ചെയ്യാം. ഏത് ഗൈസ് കാണുന്നവരൊക്കെ സബ് ചെയ്യണേ. 50 സബ്ബായി കഴിഞ്ഞാൽ എനിക്ക് ലൈവ് ഇടാൻ പറ്റും. ഒരു 50 സബ്ബാക്കി തരണം ഗൈസ്. അയാൾ സ്മെൽറ്റാകാൻ നല്ല ടൈം എടുക്കും. അപ്പം ഞാൻ സ്മെൽറ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം.
അപ്പോൾ ഗൈസ് അയണൊക്കെ സ്മെൽറ്റ് ആയിട്ടുണ്ട്, 35 അയൺ കിട്ടി. അപ്പം അത് വെച്ച് നമുക്ക് ആർമറൊക്കെ അങ്ങ് ഉണ്ടാക്കുക. ചെസ്റ്റ് പ്ലേറ്റ്, ഹെൽമെറ്റ്, പാൻസ്, ബൂട്ട് എല്ലാം ഉണ്ടാക്കി. നമുക്കൊരു പിക്കാക്സ് വേണം, ഒരു ഷവൽ വേണം. ഷവൽ, ഒരു പിക്കാക്സ് ഇടും. ഓക്കെ, സെറ്റ് ഗൈസ്. അങ്ങനെ കൊണ്ടുവന്ന അയണൊക്കെ ഞാൻ തീർത്തിട്ടുണ്ട്. ഇത് ഹെൽമെറ്റ് എക്യൂപ്പ് ആയില്ലേ? അയണൊക്കെ എടുത്ത് വെച്ചേക്കാം. പിന്നെ എൻ്റെ ആ ഗോൾഡിൻ്റെ കിടക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. നോക്കട്ടെ, ആ ഗോൾഡാണ് ഹെൽമെറ്റ്. ഇപ്പോൾ ഫുൾ സെറ്റ് അയൺ ആർമർ ആയിട്ടുണ്ട് ഗൈസ്. ഞാൻ ഏതാ 3ാമത്തെ എപ്പിസോഡിൽ ഫുൾ സെറ്റ് അയൺ ആർമർ. അപ്പോൾ ഗൈസ് കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണേ മാർക്കറ്റിൽ. ഗൈസ് ഈ വെപ്പണൊക്കെ വെക്കാനായിട്ടൊരു സ്റ്റോറേജ് സെറ്റ് ചെയ്യണം. 2 ചെസ്റ്റിൻ്റെ ലോഗ് പ്ലാങ്കാക്കി ജസ്റ്റ് 2 ഓക്കെ. ലോഗ് ഒന്ന് തിരിച്ച് വെച്ചേക്കാം. ഓക്കെ, 2 ചെസ്റ്റ് ബേസ് ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചേക്കാം 2. എന്നിട്ട് ഈ അയണ്, പിക്കാക്സ്, സോഡെല്ലാം അതിൻ്റെ അകത്ത് വെച്ചേക്കാം. കയറി എല്ലാം അതിൻ്റെ അകത്ത് വെച്ചേക്കാം. 3 കയ്യിരിക്കട്ട്. ഹോയ് വേറെ എന്തോ അതൊന്നുമില്ല ഗൈസ്. ഞാൻ സൈഡിൽ കുറച്ച് വീറ്റ് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു അയൺ പിക്കാക്സ്, ഹെൽമെറ്റ് ഇതും എൻ്റെ അകത്ത് എടുത്ത് വെച്ചേക്കാം. ഇത് കുഴപ്പമില്ല, സാധനങ്ങളുണ്ട് ഗൈസ്. ഡയമണ്ട് എങ്ങനെയും കണ്ടുപിടിക്കണം. ഇപ്പോൾ അവിടെ കുഴിച്ചിട്ട് കാര്യമില്ല, നമുക്ക് വേറെ എവിടെയെങ്കിലുമൊക്കെ പോകാം. വെളി മഴ, ഇറങ്ങാനും പറ്റില്ല ഗൈസ്. കണ്ടേ, ഈ വീറ്റാണ് ഞാൻ ഇപ്പോൾ നട്ട് വെച്ചാണ്. ഏതാ ഞാൻ ബുദ്ധിമാൻ തന്നെ. ഒരു ബക്കറ്റ് വെള്ളം ഒപ്പിക്കണമല്ലോ. ശരി, ഒരു ബക്കറ്റ് ഉണ്ടാക്കാം. ബക്കറ്റ് അങ്ങനെ അതിനകത്ത് വെച്ച് ഞാൻ പോയി ഒരു ബക്കറ്റ് വെള്ളം എടുക്കട്ടെ. നമുക്ക് അതവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ വീറ്റങ്ങ് വളർന്നോളും. മഴ നിന്ന് കേട്ടോ. ഈസ എനിക്ക് പന്നി അവിടെ ഇരിക്കുന്ന കണ്ടിട്ട് സൂചിക്കുന്നില്ല. ഇപ്പം അതിനെയും കൂടെ വന്നേക്കാം. ഏതാ ചാടാ? ചത്തില്ലേ എൻ്റെ? എവിടെ എൻ്റെ സ്നാക്സ്? ഫുഡ് ഇപ്പം ഈ സാധനം നമുക്ക് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് അവിടെ ഒഴിക്കണം. ഇതങ്ങ് സ്മെൽറ്റ് ചെയ്യടാം. കുക്ക് ചെയ്യാനിടാം. സോറി, ഇവിടെ ഒരു കുഴി കുഴിക്കണം. എൻ്റെ കുഴിക്കടാ. ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഈ വീറ്റ് അങ്ങ് കിളുത്തോളും. ഏതാ അത് വെച്ച് നമുക്ക് ബ്രെഡ് ഉണ്ടാക്കാം. ഇരിക്കട്ടെ, ഫുഡൊന്നും തീർന്നു പോകാൻ പാടില്ല. എന്തോ കഴുതയാ. അപ്പോൾ ഗൈസ്, ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫുൾ സെറ്റ് അയൺ ആർമർ ആയിട്ടുണ്ട്. ഏതാ കണ്ട പയ്യനെ കണ്ട കിള്ളൻ ലുക്കല്ലേ? അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ബൈ ബൈ.